ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഏകദേശം റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 1/2 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതിലേക്കായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി പോകണ്ട കേട്ടോ, വളരെ കുറച്ച് തന്നെ മതിയാകും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഈ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് കേട്ടോ. എരിവ് കൂടുതലാണെങ്കിൽ ഒരു 3 എണ്ണം മതിയാകും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി മിക്സാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. മിക്സാക്കുന്ന സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇതുവരെ നമ്മൾ ഗ്യാസൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. ഇതെല്ലാം നല്ലോണം ഇതുപോലെ മിക്സാക്കി വെച്ചതിന് ശേഷം അടച്ചു വെക്കുക. എന്നിട്ട് ഇനി ഗ്യാസ് കത്തിക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. അത്യാവശ്യം ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. അത് കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ടിട്ട് പാകത്തിനൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ചിക്കനിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തീരെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് 1/2 കപ്പായിട്ട് നല്ല ചൂടുവെള്ളം ഒന്ന് ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. ഒരു 15 to 20 മിനിറ്റ് മാക്സിമം മതിയാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അടച്ചിട്ട് ഒരടുപ്പിൽ വെക്കുക. അടുത്തടുപ്പിൽ ഒരു ബാക്കി കുറച്ച് പരിപാടികളോട് ചെയ്യാനുണ്ട്. ഇനി ഒരു ചട്ടിയിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ടയും ഒരു 2-3 ഗ്രാമ്പൂ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ മുറിച്ചിട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ വേവിച്ച സമയത്ത്. പിന്നെ ഇതിൽ ഇത്തിരി വെളിച്ചെണ്ണ കൂടുതലുണ്ടോ എന്ന് തോന്നും, കുഴപ്പമില്ല, കാരണം നമ്മൾ മറ്റേതിലധികം വെളിച്ചെണ്ണ എടുത്തിട്ടില്ലല്ലോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള അത്യാവശ്യം വലിയ ഒരു സവാള തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ, നീളത്തിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ സമയത്ത് ഉള്ളിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി അത്യാവശ്യം നന്നായിട്ടൊന്ന് അങ്ങ് വഴന്ന് വന്നോട്ടെ. ഇതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1-2 ടീസ്പൂൺ കേട്ടോ, നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം വെച്ച ചിക്കനിൽ എരിവ് കൂടുതലുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വേണ്ട, നോക്കിയിട്ട് നമുക്ക് എരിവ് എത്ര വേണം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതോടെ ചേർത്തിട്ട് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കോട്ടെ. എന്നിട്ട് ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി നല്ല കനം കുറച്ച് മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല കനം കുറച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. തക്കാളി അത്യാവശ്യം ഇതുപോലെ നല്ലോണം വഴന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം ഉണ്ടാവും. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആ ഒരു ക്യാപ്സിക്കം കടിക്കുന്ന ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒന്നങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ എരിവ് ഇറങ്ങുമൊന്നുമില്ല ഈ സമയത്തല്ല, അപ്പം എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കൊക്കെ പാകത്തിനൊന്ന് വാടി വരുന്ന സമയത്തിന് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് പിന്നെ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ, അത്യാവശ്യം സ്പൈസി ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. എന്നിട്ട് അതോടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സാക്കി നോക്കുന്ന സമയത്ത് സോയ സോസ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഒരു ഇത്തിരി കൂടെ ഒരു മധുരിപ്പ് വേണമെങ്കിൽ. ഇപ്പോൾ എല്ലാം കൂടെ അത്യാവശ്യം കറക്റ്റ് സെറ്റായി വരുന്നൊരു പാകമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടല്ലോ, ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 6-7 കാഷ്യൂ മിക്സിഡ് ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമല്ല, പക്ഷേ ഈ ഒരു സമയത്ത് കുറച്ച് നെയ്യ് വരികയാണെങ്കിൽ ചിക്കന് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് നല്ലോണം ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഗ്രേവി എന്ന് വെച്ചാൽ കൂടുതൽ ഗ്രേവി ഇല്ല, ഒരു സെമി തിക്കായിട്ടിരിക്കണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചാൽ മതി. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഗ്രേവി വറ്റി പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ചെറിയ ഗ്രേവി വേണമല്ലോ, അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട്
ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. നന്നായി തിളച്ച് ഗ്രേവി ഈ ഒരു രീതിയിലാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയും വറ്റിക്കേണ്ട, ചിലപ്പോൾ തീരെ ഗ്രേവി ഇല്ലാതായി പോകും. എന്നിട്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കാം. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. പെപ്പർ ചിക്കൻ ഇഷ്ടപ്പെടുന്ന, കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു. അതും ഒരു റെസ്റ്റോറൻറ്റ് ടച്ച് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോസും ക്യാപ്സിക്കും ഒക്കെ ചേർത്തുകൊണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത്. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. പൊറോട്ടയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്